തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ട്രാഫിക് വാർഡൻ അരുണിൻ്റെ ജോലി കൗൺസിലർ ഇടപെട്ട് കളഞ്ഞതായിട്ട് ഒരു പരാതി. വാർഡ് കൗൺസിലർ DR അനിലിനെതിരെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ നഗരസഭാ കൗൺസിലറുടെ മകനുമായി ഉണ്ടായ തർക്കമാണ് ജോലി നഷ്ടപ്പെടാൻ ഇടയാക്കിയത് എന്നാണ് അരുണിൻ്റെ ആരോപണം. MG പ്രതീഷ് അരുണിനൊപ്പം ചേരുന്നു. നമുക്കൊപ്പം. കഴിഞ്ഞ 3 വർഷമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ട്രാഫിക് വാർഡനായി ജോലി ചെയ്യുകയാണ് തിരുവനന്തപുരം കുറ്റിച്ചൽ സ്വദേശി അരുൺ BC. ഇക്കഴിഞ്ഞ ജൂൺ 19-ാം തീയതി അരുണിന് ഒരു ദുരനുഭവം ഉണ്ടാകുന്നു. അതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഒരു ദുരനുഭവം ഉണ്ടാവുകയും അരുണിൻ്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ അരുൺ 24-നോടൊപ്പം ചേരുകയാണ്. അന്ന് ജൂൺ 19-ാം തീയതി എന്താണ് സംഭവിച്ചത്? ഞാൻ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയുടെ മുൻവശത്ത് ഡ്യൂട്ടിയിലായിരുന്ന സമയത്ത് എന്നെ അങ്ങോട്ട് വിട്ടത് നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി അമിതമായി ഉള്ളതുകൊണ്ട് വണ്ടി ഒഴിപ്പിക്കാൻ വേണ്ടിയാണ്. വണ്ടി ഒഴിപ്പിച്ച് ഒരു 3-4 വണ്ടി ഹാൻഡിൽ ലോക്കായിരുന്നു. ആ സമയത്ത് നിൽക്കേ പല വണ്ടി വന്നു, അവിടെ വെക്കരുതെന്ന് പറഞ്ഞു അവരങ്ങ് പോയി. പക്ഷേ ഒരു ആക്റ്റീവ, നീല കളറുള്ള ആക്റ്റീവ വന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ വണ്ടി ഇവിടെ വെക്കരുത്, ഇത് നോ പാർക്കിംഗ് ഏരിയയാണ്, ആംബുലൻസ് കയറി പോകാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ പാർക്കിങ്ങിലേക്ക് വണ്ടി വെക്കണം. ഞാൻ ആരാടാന്ന് അറിയാമെന്ന് ചോദിച്ചുകൊണ്ട് റോട്ടിൽ നിന്ന് കുറേ ഷൗട്ട് ചെയ്തു, അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞ് എന്നെ സെക്യൂരിറ്റി ഓഫീസിൽ വിളിച്ചു വരുത്തുകയും അത് DR അനിലിൻ്റെ മകനാണ് അരുണെ അത് നീയായിട്ട് ഉടക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് സർജൻറ്റ് പറഞ്ഞുകൊണ്ട് നിൽക്കിയ പുള്ളിക്കാരനും അവിടുത്തെ കുറച്ച് DYFI നേതാക്കളായിട്ട് ഓഫീസിൽ കയറി വന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ എന്നെ വകവരുത്തുമെന്നും നിന്നെ കുറേ നാളായി ഞങ്ങൾ നോക്കിയിരിക്കുകയാണെന്നും എന്നും പറഞ്ഞു ഷൗട്ട് ചെയ്തങ്ങ് പോയി. കുറേ കഴിഞ്ഞപ്പം 10-30 DYFIക്കാർ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടി എന്നെ അടിക്കാൻ വേണ്ടി. പക്ഷേ എങ്ങനെയോ അന്ന് കഷ്ടിച്ച് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് എൻ്റെ വീട്ടിലെത്തി. 28-ാം തീയതി മെഡിക്കൽ കോളേജ് SHOയ്ക്കും സൂപ്രണ്ടിനും പരാതി കൊടുത്തു. പക്ഷേ അന്ന് വൈകിട്ട് 3 മണിയോടെ സെക്യൂരിറ്റി ഓഫീസറെ ഈ DRൻ്റെ മകനും യദുവും അവിടുത്തെ DYFI പ്രവർത്തകരായി തടഞ്ഞു വെച്ചു. എന്നെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഓർഡർ സൂപ്രണ്ടിന് റിക്വസ്റ്റ് നൽകുകയും ചെയ്തു. അന്ന് വൈകിട്ട് എന്നെ സെക്യൂരിറ്റി ഓഫീസർ വിളിച്ചു പറഞ്ഞു, അരുണെ അവർ വന്നു നിന്നെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു. എനിക്ക് വേറെ ഒരു വഴിയും ഇല്ലായിരുന്നു, നിന്നെ ഞാൻ ജോലിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ഈ പോലീസിൽ പരാതി കൊടുത്ത ആ ദിവസം തന്നെയാണോ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നത്? അതെ, ആ ദിവസം രാവിലെ 10 മണിയോടെ ഞാൻ പരാതി കൊടുക്കുന്നു, 3 മണിയോടെ ടെർമിനേറ്റ് ഒപ്പിടുന്നു. അപ്പോൾ അരുണിൻ്റെ വെർഷൻ അല്ലെങ്കിൽ അരുണിൻ്റെ ഭാഗം കേൾക്കാനൊക്കെ തയ്യാറായിരുന്നോ സൂപ്രണ്ടവൽ? എനിക്ക് ഒരു ലെറ്ററോ എൻ്റെ വിശദീകരണമോ അവിടെ വിളിച്ചു വരുത്തി ചോദിക്കുകയോ ഫോണിലൂടെയോ ചോദിച്ചോ ഒന്നും ചെയ്തില്ല. അപ്പോൾ സൂപ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്താ പറഞ്ഞത്? നീ ഞങ്ങൾ പറഞ്ഞു വിട്ട ഡ്യൂട്ടിയാണ് ചെയ്തതെന്നറിയാം, പക്ഷേ DRൻ്റെ മകനായതുകൊണ്ട് DR പറഞ്ഞാൽ മാത്രമേ ഇനി ജോലിയിൽ തുടരാൻ സാധിക്കുകയുള്ളൂ, DRുമായി സംസാരിക്കട്ടെ, ഇനി ഞങ്ങൾ ഡ്യൂട്ടിക്ക് നിന്നെ എടുത്താലും നിന്നെ അവർ കയ്യേറ്റം ചെയ്യുമോ എന്ന് ഞങ്ങൾക്ക് ഭയമുണ്ട് എന്നാണ് പറഞ്ഞത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുകയാണ് ഇത്തരത്തിലൊരു അനുഭവം അരുണിന് ഉണ്ടാവുകയും ആ അനുഭവത്തെ തുടർന്ന് പലരുടെയും ഇടപെടലിൽ ആ ജോലി, അതായത് വളരെ തുച്ഛമായൊരു ശമ്പളമാണ് അരുണിന് കിട്ടുന്നത്, ആ ശമ്പളം ഇപ്പോൾ ലഭിക്കാതെ ആ ജോലി തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ അരുണിനുണ്ടായിരിക്കുന്നത്. ലേബർ കമ്മീഷനിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പരാതി നൽകി നീതിക്കായി കാത്തിരിക്കുകയാണ് അരുൺ. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന MG പ്രതീഷാണ്. എന്തായാലും ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഉത്തരവാദപ്പെട്ട ആളുകൾ അന്വേഷിക്കട്ടെ.